നമസ്കാരം. അപ്പോൾ ഇടിയൻ ചന്തു എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ റിവ്യൂവിന് വേണ്ടി വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ആ ഒരു ചിത്രത്തിന്റെ റിവ്യൂവിന് ശേഷം വീണ്ടും തിരികെ കാണാം. എങ്ങനെയുണ്ട് ഇടിയൻ ചന്തു? അടിപൊളി സിനിമ. ഇടിയൻ ചന്തു കണ്ടിറങ്ങി നമ്മുടെ വിഷ്ണു വേറെ ലെവലാണ്. വിഷ്ണുവിന്റെ ഓരോ പെർഫോമൻസും ഗംഭീരമാണ്. ഇടിയൻ ചന്തു എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിലെ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ അഭിനയം ഗംഭീരാണെന്നാണ് ആ ഒരു പ്രേക്ഷകൻ പറഞ്ഞത്. ഈ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയില് ലഹരിക്കെതിരെ പറയുന്ന ഒരു മൂവിയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ലഹരിക്കെതിരെയുള്ള നല്ലൊരു മെസ്സേജ് നൽകുന്ന നല്ലൊരു ചിത്രമാണെന്നാണ് ഈ ഒരു പ്രേക്ഷകൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഇടിയൻ ചന്തു എന്ന് പറയുന്ന ആ ഒരു ചിത്രം റിലീസിങ്ങിന് കണ്ടതിന് ശേഷം വീണ്ടും ഒരു തവണ കൂടി ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ആ ഒരു പ്രേക്ഷകൻ. ആ ഒരു പ്രേക്ഷകനാണ് ഈ വീഡിയോന് മുന്നിൽ വീണ്ടും വന്നത്. നമ്മൾ കാണാൻ പോവാണ്. ഫാമിലിയായിട്ട് കാണാം, എല്ലാവരും കാണണം. അടിപൊളി പടമാണ്. രണ്ടാമത് അടുത്ത ബുക്ക് ചെയ്തിരിക്കുകയാണ്. അടുത്ത ഷോയ്ക്ക് കയറാണ്. കിടിലം പടം. വിഷ്ണു എന്ന് പറഞ്ഞ ഒരു നടന്റെ കരിയറിലാണ്. കള്ളനും ഭഗവതിക്കും അതുപോലെ വെടിക്കെട്ടിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു മാസ് പ്രകടനമാണ് ഈ സിനിമയിൽ എന്തായാലും കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ഒരു ചിത്രം സ്റ്റണ്ടിന് പ്രാധാന്യം നൽകുന്ന ഒരു നല്ലൊരു ചിത്രമാണ്. പീറ്റർ ഹെയ്നാണ് ഇതിലെ സ്റ്റണ്ട് മാസ്റ്റർ. കാരണം വേറെന്ന് വെച്ചാൽ ഫാമിലി മൂവിയാണ്. പിന്നെ ലഹരിക്കെതിരെയുള്ള ഒരു സന്ദേശമാണ് സിനിമ നൽകിയിരിക്കുന്നത്. ഇപ്പൊ കാണുന്ന കോളേജ് സ്കൂളുകളൊക്കെ ലഹരി ഉണ്ട്, അതിനെതിരെ ഒരു സന്ദേശമാണ് ശ്രീജിത്ത് എന്ന സംവിധായകൻ മാർപ്പാപ്പയ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ മാർഗംകളിക്ക് ശേഷം ഈ സിനിമയിൽ നൽകിയിരിക്കുന്നത്. പിന്നെ അതുപോലെ വിനീത് ശ്രീനിവാസൻ പാടിയിരിക്കുന്ന നല്ല അതിമനോഹരമായ ഒരു പാട്ട് സിനിമയിലുണ്ട്. ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയിരിക്കുന്ന അതിമനോഹരമായ ഒരു സോങ് ഉള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. എല്ലാം ഗംഭീരമാണ്. എന്തായാലും ഈ പടം വേറെ ലെവലാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. ഇടയ്ക്കൊന്ന് കണ്ണു നിറഞ്ഞു പോകുന്ന സീനുകൾ ഒരുപാട് സസ്പെൻസ് ആണ്. അടിപൊളി. ഇടിയൻ ചന്തു വേറെ ലെവൽ. അപ്പൊ പ്രേക്ഷകന്റെ അഭിപ്രായം കേട്ടല്ലോ. ഇടിയൻ ചന്തു വേറെ ലെവൽ. ഇടിയൻ ചന്തു സിനിമ നല്ല പടമാണ്. എല്ലാം ഒത്തിണങ്ങിയ ഒരു പടം. അപ്പൊ ഈ ഒരു പ്രേക്ഷകൻ പറഞ്ഞ എല്ലാരും ഒത്തിണങ്ങിയ നല്ലൊരു ചിത്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലസ് ടു കുട്ടികളും മസ്റ്റായിട്ട് ഈ പടം കാണും. ഇന്നിപ്പോ ആ സിനിമക്കൊരു എന്താ പറയുക, നമ്മളെല്ലാവരും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് സിനിമ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ സ്കൂൾ തലത്തിലേക്ക് ഭയങ്കരമായിട്ട് കയറി. ശരിക്കും ഇതൊരു ലഹരിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നല്ല മെസ്സേജ് നൽകുന്ന, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് നല്ലൊരു മെസ്സേജ് നൽകുന്ന ചിത്രമാണെന്നാണ് വീണ്ടും വീണ്ടും ആ ഒരു പ്രേക്ഷകൻ കൂടി പറഞ്ഞിരിക്കുന്നത്. കോളേജ് പിള്ളേർക്കൊക്കെ അതിനുള്ളൊരു പ്രചോദനം, അതിനെ നമുക്ക് ഒറ്റക്ക് തടുക്കാവുന്ന ഒരു പ്രചോദനം സിനിമയിലൂടെ കൊടുക്കുന്നു. കറക്റ്റ്. ഒറ്റ വാക്കി പറഞ്ഞത് തന്നെ, ന്യൂ ജനറേഷൻ കൊടുക്കാനുള്ള നല്ലൊരു മെസ്സേജ് അല്ല സിനിമ. എന്നാലും അതിനകത്ത് കുറച്ച് ഇടിയൊക്കെ ഉണ്ട്. രണ്ടാമതൊരു പ്രേക്ഷകൻ കൂടി പറഞ്ഞിരിക്കണം, ഇടിക്ക് പ്രാധാന്യമുണ്ട്. ഇടി എന്നവർ അറിയിരിക്കണ്ട. പക്ഷെ മയക്കുമരുന്നിനെതിരെ നമ്മൾ മലയാളികളും നമ്മുടെ വിദ്യാർത്ഥികളും ഒരുമിച്ച് കഴിഞ്ഞാൽ ഈ മാരണം നമുക്ക് കൊടുക്കുക. അത് സിനിമ കണ്ടാൽ നിൽക്കുന്നത് മനസ്സിലാവും. ശരിക്കും വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, ആ ഒരു കഥാപാത്രത്തെ സ്വീകരിച്ച ആ ഒരു വ്യക്തി ശരിക്കും ഇടിയൻ ചന്തു തന്നെയാണോ? കറക്റ്റ് ചന്തു. പക്ഷെ ഇടിയൻ ചന്തുവാണ് ഫുൾ ടൈം എങ്കിലും പക്ഷെ അവന്റെ ഉള്ളിൽ നിഷ്കളങ്കത്തുണ്ട്. അത് നമുക്ക് ആ ക്യൂട്ട്നെസ് ആയിട്ട് ചില സമയത്ത് നമുക്കത് ഫീൽ ചെയ്യും. അയ്യോ, ഒത്തിരി പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ചിത്രമാണോ? സ്റ്റണ്ടിന് പ്രാധാന്യം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. സ്റ്റണ്ടിന് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റണ്ടിന് പ്രാധാന്യം അദ്ദേഹം തകർത്തിട്ടുണ്ട്. അറിയാലോ, പുള്ളിനെ പറ്റി നമുക്ക് പറയാം. പറഞ്ഞിട്ടല്ല, വേറെ ലെവൽ. ആ ഒരു ചിത്രത്തെ കുറിച്ച് പറയുന്ന ഓരോ സെക്കൻഡും സ്റ്റണ്ടിനെ കുറിച്ചും പീറ്റർ ഹെയ്നെ കുറിച്ചും വീണ്ടും വീണ്ടും അദ്ദേഹം എടുത്ത് പൊക്കി പറയുന്നുണ്ടായിരുന്നു. അടിപൊളി, നന്നായിട്ട് കയറുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് നല്ലൊരു ചിത്രം, അടിപൊളി ചിത്രം. പ്രേക്ഷകർ തിയേറ്ററിൽ വന്ന് പടം കാണണം, കണ്ടു കഴിക്കാൻ. വീണ്ടും രണ്ടാമതും കാണുന്നുണ്ട്. രണ്ടാമത് ടിക്കറ്റ് എടുത്തു. എനിക്കൊന്ന് കാണണം. കാരണം ഞാൻ നിന്നും അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് മനസ്സമാധാനത്തിൽ ഇരുന്നൊന്ന് കാണണം. അപ്പൊ ആ ഒരു പ്രേക്ഷകൻ ആദ്യം കണ്ട ഒരു ചിത്രമാണ് ഇടിയൻ ചന്തു. പക്ഷെ വീണ്ടും ഒരു തവണ കൂടി ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടി. അപ്പൊ എന്തോ ഒരു പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഈ പ്രേക്ഷകൻ കൂടി വീണ്ടും വീണ്ടും പറയുക. എന്തായാലും ഗംഭീരമാണ്. മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാകും. വിദ്യാർത്ഥികൾക്ക്, പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അവര് മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട പടം. ശരിക്കും ഇന്ത്യൻ ടൂവിനെ അടിച്ച് പൊളിച്ചറിയോ? ഇന്ത്യൻ ടൂവിന് മേലെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇടിയൻ ചന്തു അല്ലേ, അപ്പൊ ഇന്ത്യൻ ടൂ അല്ലേ, ഇന്ത്യൻ 4 ആക്കി എടുക്കും ഞങ്ങള്. ആ ഒരു വീഡിയോന് അവസാനം ആ ഒരു പ്രേക്ഷകനോട് ഡയലോഗ് അടിച്ചതൊന്ന് ശ്രദ്ധിക്കണം. ഇന്ത്യൻ ടൂ എന്ന് പറയുന്ന ചിത്രത്തിന് മേലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ കമന്റുകളും പ്രതികരണങ്ങളും വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ കമന്റിനായി ഐ ആം വെയിറ്റിംഗ്.